ഹലോ, എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണേ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന്. ഇപ്പം മിക്കവരും നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുള്ളത് കാരണം നമുക്കത് വലിയ പുതുമയായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു അറിയാത്തവരുണ്ടോ, അപ്പം ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ചെറിയ വീഡിയോയിൽ. അപ്പം ഞാൻ മെയിൻലി ബേസ് ചെയ്തേക്കണ കൊച്ചിൻ എയർപോർട്ടാണ്. അപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിലാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഡൊമസ്റ്റിക് അല്ല. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതും ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിലുള്ളതുമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ടെർമിനലിൽ നമ്മൾ കാണുന്നുണ്ട്, കൊച്ചിയിൽ നമ്മൾ ക്യൂ നിന്നാണ് അകത്ത് കയറുന്നത്. അവിടെ ഒരു ജവാൻ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും, അതായത് നമ്മൾ ക്യൂ നിന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളത് വെരിഫൈ ചെയ്യും നമ്മൾ തന്നെയാണോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. അകത്ത് കയറ്റി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് അതായത് നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും വെച്ചൊരു പെട്ടി, 23 കിലോയോ 30 കിലോയുടെ ഒരു പെട്ടിയും ഒരു ചെറിയ ബാഗേജും. അതായത് ഈ വലിയ പെട്ടി നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, ചെറിയ പെട്ടി ക്യാബിൻ ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പിടിക്കുന്നതാണ്, ഫ്ലൈറ്റിൻ്റെ അകത്ത് നമ്മുടെ ഒപ്പം വന്നതാണ്. അപ്പോൾ ഈ വലിയ പെട്ടി അവിടെ ഡ്രോപ്പ് ചെയ്യുക. അവിടെ നമ്മൾ കാണിക്കേണ്ടത് പാസ്പോർട്ടും നമ്മുടെ ടിക്കറ്റുമാണ്. അവിടെ വെച്ച് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും. ബോർഡിംഗ് പാസ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് നമ്പർ ഏതാണ്, നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഓരോരോ സെക്ഷൻ ഉണ്ട്, അതിന് സോൺ എന്നാണ് പറയുക. അപ്പോൾ ഏത് സോണിലാണ് എന്നൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബോർഡിംഗ് പാസ് കിട്ടും. ഇതിന് ശേഷം നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടെയാണ് പോവുക. ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനകത്ത് അവർ സ്റ്റാമ്പ് ചെയ്യുന്നതാണ്, അതായത് നമ്മൾ ഈ രാജ്യം വിട്ട് പോവുകയാണ് എന്നുള്ളത് സ്റ്റാമ്പ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഈ എമിഗ്രേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവാം. സെക്യൂരിറ്റി ചെക്കിലാണ് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഈ ക്യാബിൻ ബാഗ് എന്ന് പറയുന്നില്ല, അത് ചെക്ക് ചെയ്യുന്നത്. അതും നമ്മുടെ ഫുൾ ബോഡി, നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും ഫ്ലൈറ്റിൽ അനുവദിച്ചിട്ടില്ലാത്ത സാധനങ്ങളുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. അന്നേരം നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും നമ്മുടെ കയ്യിൽ പിടിക്കാം. എന്നിട്ട് ഈ ചെക്കിങ് കഴിഞ്ഞാൽ അപ്പം അവിടെ വരെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വെള്ളമോ, ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ വരെയാണ് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അനുവദിക്കത്തുള്ളൂ. അതിന് ശേഷം ഈ നമ്മുടെ കയ്യിലുള്ള വെള്ളം എന്തെങ്കിലും ബോട്ടിൽസ് എല്ലാം ഉണ്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യണം. അതുപോലെ ഈ ക്യാബിൻ ബാഗിൽ 50 ml കൂടുതലുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യണം. ഇതിന് ശേഷം ഈ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ റെഡി ആയി. എന്നിട്ട് നമുക്ക് എന്താ പറയുക, പിന്നത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിൽ കയറലാണ്. സോ ഈ 3 കാര്യങ്ങളാട്ടോ ഉള്ളത്. അതായത് എൻട്രി ചെയ്യുന്നിടത്തുള്ളത്, അത് മിക്ക രാജ്യങ്ങളിലും നമുക്ക് ഈ കയറുന്ന അവിടെ തന്നെ ജവാൻ ഇങ്ങനെ ചെക്ക് ചെയ്യൊന്നുമില്ല, ഇന്ത്യയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബാഗേജ് ഡ്രോപ്പ്, ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി ചെക്ക്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.